നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഡോക്ടർമാരുടെ സമരം ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അഭ്യർത്ഥിച്ചു. അടുത്ത ആഴ്ചയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന റെസിഡന്റ് ഡോക്ടർമാരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകരുതെന്നും രാജ്യത്ത് ശക്തമായ ഫ്ലൂ വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ സമരം നടത്തുന്നത് അശ്രദ്ധാപരവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് മഹാമാരിക്ക് ശേഷം NHS ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളതെന്നും ഡോക്ടർമാരുടെ സമരം ആരോഗ്യ സംവിധാനത്തെയും രോഗികളെയും ഗുരുതര അപകടത്തിലാക്കുമെന്നും സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ സമരം പിൻവലിക്കണമോ എന്ന കാര്യത്തിൽ ഡോക്ടർമാരുടെ യൂണിയനായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അംഗങ്ങളിൽ വോട്ടെടുപ്പ് നടത്തിവരികയാണ്. ഇതിന്റെ ഫലം തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. സമരം പിൻവലിക്കുവാനുള്ള തീരുമാനമുണ്ടായില്ലെങ്കിൽ ഡിസംബർ 17 ബുധനാഴ്ച മുതൽ 5 ദിവസത്തെ ഡോക്ടർമാരുടെ സമരം ആരംഭിക്കും. അതേസമയം ശമ്പളവും ജോലി സാഹചര്യങ്ങളും വിശ്വാസവുമെല്ലാം സംബന്ധിച്ച് സർക്കാർ വിശ്വസനീയമായ ഒരു ഓഫർ മുന്നോട്ട് വെച്ചാൽ സമരം ഒഴിവാക്കുവാനാകുമെന്ന് BMA വക്താവ് വ്യക്തമാക്കി. രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി റിഫോം UK മാറിയെന്നും ലേബറിനെ മറികടന്നുവെന്നും അവകാശപ്പെട്ട നൈജൽ ഫാരജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം UK പാർട്ടി വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം റിഫോം UKക്ക് 2.68 ലക്ഷം പേരിലധികം അംഗങ്ങളുണ്ട്. അതേസമയം ലേബറിന്റെ അംഗസംഖ്യ 2.5 ലക്ഷത്തിൽ താഴെയായി കുറഞ്ഞതായും ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നാണ് പാർട്ടി നേതാവ് ഫാരേജ് വിലയിരുത്തുന്നത്. രാജ്യത്തെ പഴയ രാഷ്ട്രീയ രീതികൾ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നുവെന്നും പുതിയൊരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും പാർട്ടി അവകാശപ്പെടുന്നു. അതോടൊപ്പം ഈ വളർച്ച തങ്ങളുടെ പ്രചരണത്തോടുള്ള ജനപിന്തുണയാണെന്നും റിഫോം നേതൃത്വം വ്യക്തമാക്കി. ക്യാൻസർ ചികിത്സയിലെ നിർണായകമായ ഘട്ടം പിന്നിട്ടതായി അറിയിച്ച് ചാൾസ് രാജാവ്. പുതിയ വർഷത്തിൽ ചികിത്സയുടെ തീവ്രത കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ചികിത്സാ മുൻകരുതലുകൾ എന്ന നിലയിൽ ഡോക്ടർമാരുമായുള്ള തുടർ പരിശോധനകൾ നടത്തുമെന്നും ബക്കിംഗ്ഹാം പാലസ് വ്യക്തമാക്കി. ചാനൽ 4 സംഘടിപ്പിച്ച സ്റ്റാൻഡ് അപ്പ് ടു ക്യാൻസർ പരിപാടിക്കായി മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത സന്ദേശത്തിലാണ് രാജാവ് ഈ വിവരം പങ്കുവച്ചത്. ക്യാൻസർ എത്രയും നേരത്തെ കണ്ടെത്തിയത് തന്റെ രോഗയാത്രയിൽ വലിയ മാറ്റമുണ്ടാക്കിയെന്നും നേരത്തെയുള്ള രോഗനിർണയം രോഗികൾക്ക് പ്രത്യാശ നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രശസ്ത എഴുത്തുകാരി ജൊവാന ട്രോളോപ്പ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഡിസംബർ 11 ഓക്സ്ഫോർഡ് ഷെയറിലെ വീട്ടിൽ വെച്ചാണ് അവർ മരണപ്പെട്ടതെന്ന് മക്കൾ പ്രസ്താവനയിലൂടെ അറിയിക്കുകയായിരുന്നു. ദി റെക്ടർസ് വൈഫ്, മാരിയിങ് ദി മിസ്ട്രസ്, അതർ പീപ്പിൾസ് ചിൽഡ്രൻ, നെക്സ്റ്റ് ഓഫ് കീൻ എന്നിവ ഉൾപ്പെടെ നിരവധി നോവലുകൾ അവർ രചിച്ചിട്ടുണ്ട്. മധ്യ ഇംഗ്ലണ്ടിലെ ഗ്രാമീണ മേഖലയിൽ പ്രണയത്തിന്റെയും നിഗൂഢതയുടെയും കഥകളാണ് അവർ രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ അവരെ ക്വീൻ ഓഫ് ആഗസാഗ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ഈ ലേബൽ അവർ നിരസിച്ചിരുന്നു. ഡിസംബർ 6 കവൻട്രി വില്ലൻ ഹാൾ സോഷ്യൽ ക്ലബിൽ ഗർഷം ടിവിയും ലണ്ടൻ അസിഫിയൻസും ചേർന്നൊരുക്കിയ ജോയ് ടു ദി വേൾഡ് കാരൽ ഗാന മത്സരത്തിന്റെ 8ാം സീസൺ കിരീടം ചൂടി സാർട്ടിലെ സെന്റ് ബെനഡിക്ട് സീറോ മലബാർ മിഷൻ കൊയർ ഗ്രൂപ്പ്. മത്സരത്തിൽ UKയിലെ മികച്ച 12 ഗായക സംഘങ്ങൾ പങ്കെടുത്തു. 1ാം സമ്മാനമായി 1000 പൗണ്ടും ക്യാഷ് അവാർഡും ജോയ് ടു ദി വേൾഡ് വിന്നേഴ്സ് ട്രോഫിയുമാണ് സാർട്ടി സെന്റ് ബെനഡിക്ട് സീറോ മലബാർ മിഷൻ കൊയർ ഗ്രൂപ്പ് സ്വന്തമാക്കിയത്. സിനായ് മാർത്തോമ ചർച്ച് നോർത്ത് ലണ്ടൻ 2ാം സ്ഥാനവും മാഞ്ചസ്റ്റർ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് കൊയർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹാർമോഡ് മാർത്തോമ ചർച്ച് മിഡ്ലാൻഡ്സ് 4ാം സ്ഥാനവും സെന്റ് ട്രാവറ സീറോ മലബാർ മിഷൻ ചർച്ച് കൊയർ 5ാം സ്ഥാനവും സെന്റ് ഹെലന കൊയർ വാറിംഗ്ടൺ 6ാം സ്ഥാനവും നേടി. ഏറ്റവും നല്ല അവതരണത്തിനുള്ള ബെസ്റ്റ് അപ്പിയറൻസ് അവാർഡിന് ബർമിംഗ്ഹാം സെന്റ് സ്റ്റീഫൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് കൊയർ അർഹരായി. 2ാം സ്ഥാനം നേടിയ ടീമിന് 500 പൗണ്ടും ട്രോഫിയും, 3ാം സ്ഥാനം നേടിയ ടീമിന് 250 പൗണ്ടും ട്രോഫിയും, 4ഉം 5ഉം 6ഉം സ്ഥാനങ്ങൾ നേടിയ ടീമുകൾക്ക് പ്രോത്സാഹനമായി ട്രോഫിയും ലഭിച്ചു. റവറന്റ് ഫാദർ ടോമി എഡാൾട്ടാണ് കാരൽ സന്ധ്യയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. മലങ്കര കാത്തോലിക്ക സഭ യൂറോപ്പ് അപ്പസ്തോലിക് വിസിറ്റേറ്റർ ഡോക്ടർ യുഹാനോൻ മാർ തിയോഡോറിഷ്യസ് ക്രിസ്മസ് സന്ദേശം നൽകി. നടനും സംവിധായകനുമായ ശങ്കർ മുഖ്യാതിഥിയായിരുന്നു. വാരിംഗ്ടൺ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ വിളക്ക് മഹോത്സവം ആഘോഷിക്കുന്നു. വാരിംഗ്ടണിലെ ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ഡിസംബർ 27 ശനിയാഴ്ചയാണ് അയ്യപ്പ വിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി കൊണ്ടാടുക. ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ അയ്യപ്പ വിളക്ക് വാരിംഗ്ടണിലെ മലയാളി സമൂഹത്തിന് കേരളീയ പാരമ്പര്യത്തെയും ഭക്തിയെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമായിരിക്കും. ഈ വർഷത്തെ മഹോത്സവത്തിന്റെ പ്രധാന ആകർഷണം തത്വമസി ഭജൻസ് വാരിംഗ്ടൺ അവതരിപ്പിക്കുന്ന പ്രത്യേക ഭജനയാണ്. അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ഗണപതി പൂജയോടെ ചടങ്ങുകൾ ക്ഷേത്രം പൂജാരിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കും.
തുടർന്ന് ഗണപതി പൂജ, സർവേശ്വര പൂജ, ദീപാരാധന, പടിപൂജ, ഹരിവരാസനം എന്നിവ ഉണ്ടായിരിക്കും. അയ്യപ്പ വിളക്കിനായി പ്രത്യേക അയ്യപ്പ മണ്ഡപത്തിന്റെയും 18ാം പടിയുടെയും മാതൃക ഉൾപ്പെടെ മറ്റെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അയ്യപ്പ വിളക്കിന് ശേഷം ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരിക്കും. മലയാളി സംസ്കാരവും പാരമ്പര്യവും പ്രവാസ ലോകത്തും നിലനിർത്തുന്നതിൽ സജീവ പങ്കുവഹിക്കുന്ന വാരിങ്ടൺ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റി എല്ലാ വർഷവും നിരവധി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ ഭക്തി നിർഭരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്ത എല്ലാ ഭക്തരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വാരിങ്ടൺ മലയാളി ഹിന്ദു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുക. സ്വിറ്റ്സർലൻഡിൽ മലയാളി യുവതി വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അനീന പാറത്തലയ്ക്കലാണ് മരണപ്പെട്ടത്. 26 വയസ്സായിരുന്നു. സൂറിക് നിവാസി പാറത്തലയ്ക്കൽ ജോൺസൺ ജെസി ദമ്പതികളുടെ മകളാണ്. വ്യാഴാഴ്ച സൂറിക് ലിമത്ത് ആശുപത്രിയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്വന്തം കാറിൽ വരുന്നതിനിടെയാണ് ദാരുണമായ അപകടമുണ്ടായത്. എതിർദിശയിൽ നിന്നും വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററിൽ സൂറിക് നഗരത്തിലെ യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. സംസ്കാരം പിന്നീട് നടക്കും. സ്വിറ്റ്സർലൻഡിലെ കാത്തലിക് കമ്മ്യൂണിറ്റിയും വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും യുവതലമുറയും അനീനയുടെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും UDF മുന്നേറുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ദൃശ്യമാകുന്നത്. 14 ജില്ലകളിലായി 244 കേന്ദ്രങ്ങളിലാണ് 1129 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ട് എണ്ണുന്നത്. 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 941 ഗ്രാമപഞ്ചായത്തുകളിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലും 86 നഗരസഭകളിലും 6 കോർപ്പറേഷനുകളിലുമായി ആണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ റിട്ടയർഡ് DGP ശ്രീലേഖയ്ക്ക് ജയം. ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് NDA സ്ഥാനാർത്ഥിയായ ശ്രീലേഖ വിജയിച്ചത്. LDF സ്ഥാനാർത്ഥിയായ അമൃതയെ തോൽപ്പിച്ചാണ് ശ്രീലേഖ ജയിച്ചത്. റിട്ടയർഡ് DGPയും കേരളത്തിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയുമായ ശ്രീലേഖ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വിവാദത്തിൽപ്പെട്ടിരുന്നു. പ്രചരണത്തിനിടെ പേരിനൊപ്പം IPS എന്ന് ഉപയോഗിച്ചത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പരാതി ഉയർന്നിരുന്നു. പിന്നാലെ തെരഞ്ഞെടുപ്പ് ദിനം വ്യാജ സർവേ ഫലം പ്രചരിപ്പിച്ചും വിവാദത്തിൽപ്പെട്ടിരുന്നു. ബാങ്കുകളുടെ സർവീസ് ചാർജുകൾ ഏകീകരിക്കുവാനും ഉപഭോക്താക്കൾക്ക് അധിക ഭാരമാകുന്ന ഫീസുകൾ ഒഴിവാക്കുവാനും റിസർവ് ബാങ്ക് നടപടി തുടങ്ങി. ബാങ്കിംഗ് രംഗത്തെ ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് RBIയുടെ ഈ നിർണായക നീക്കം. നിലവിൽ ഓരോ ബാങ്കുകളും ഓരോ രീതിയിലാണ് സർവീസ് ചാർജുകൾ ഈടാക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. ഈ സാഹചര്യം ഒഴിവാക്കാനായി ബാങ്കുകളുമായി RBI കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിഗത വായ്പകൾക്ക് ബാധകമായ ചാർജുകൾ ചുരുക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.